ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിരിക്കുന്നു വിചാരിക്കണോ. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി. നമ്മുടെ തൃശ്ശൂർ പൂരം ഇങ്ങ് വന്നെത്തിയിരിക്കുകയാണ്. അതിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും. ഈ തൃശ്ശൂരിലുള്ള ജനങ്ങൾ മാത്രമല്ല, എവിടെ നിന്നൊക്കെയാണ് ജനങ്ങൾ ഒഴുകി എത്തുന്നത് എന്ന് പറയാൻ തന്നെ പറ്റില്ല കേട്ടോ. പല പല രാജ്യങ്ങളിൽ നിന്ന് പോലും ഒത്തിരി ആൾക്കാർ വന്ന് കാണാറുള്ള ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് അതൊക്കെ ഭയങ്കര വലിയ ആഘോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടയത്ത് നിന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ തലേദിവസത്തോട് കൂടിയിട്ട് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് സാമ്പിൾ വെടിക്കെട്ടാണ്. ഒരു ടെസ്റ്റ് ഡോസ് എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് കേട്ടോ സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഒറിജിനൽ വെടിക്കെട്ടിന് സംഭവിക്കുന്നത്. അപ്പോൾ സാമ്പിൾ കാണാനായിട്ട് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. കാരണം കൊല്ലത്തിൽ ഒരിക്കലാണല്ലോ നമുക്ക് തൃശ്ശൂർ പൂരം വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടായിരിക്കും തൃശ്ശൂർക്കാർ മുഴുവൻ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ കാണാനായിട്ട് എല്ലാ വെയിറ്റിങ്ങിലായിരുന്നിട്ടുണ്ടായിരിക്കും എല്ലാവരും. അപ്പോൾ ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് പൂരം കാണുന്നതിനെ കഴിഞ്ഞും ഇങ്ങനെ വെടിക്കെട്ടൊക്കെ കാണാൻ പോകുന്നതൊക്കെയാണ് എനിക്കിഷ്ടം കേട്ടോ. ഞങ്ങളുടെ വീട് ടൗണിന് തൊട്ടടുത്താണ് കേട്ടോ. ജസ്റ്റ് 1 കിലോമീറ്ററൊക്കെ ഉള്ളൂ, 1-2 എന്ന് വേണമെങ്കിൽ പറയും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും അവസാനം പുറപ്പെട്ടാൽ മതി. ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ എത്തും കേട്ടോ. പിന്നെ നല്ല ബ്ലോക്ക് കാണും. അതുപോലെ തന്നെ വണ്ടികൾ ചില ഏരിയകളിലേക്ക് കടത്തി വിടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്കറിയാം എവിടെ വണ്ടി ഇടണം, എവിടെ വണ്ടി കടത്തി വിടും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പതിവ് പോലെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നടക്കുകയാണ് ചെയ്തത്. നമ്മൾ കുത്തിക്കയറ്റി വണ്ടി കൊണ്ടുപോയിട്ടൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് വണ്ടി സേഫായി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങ് നടന്നു. പിന്നെ ഈ നടന്ന് എല്ലാ കാഴ്ചകളും കണ്ടു പോകുന്നത് മറ്റൊരു രസമാണ്. ഞങ്ങൾ കൃത്യം ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും സാമ്പിൾ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടെസ്റ്റ് ഡോസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് അതിന് മാത്രം ഒരു മരുന്ന് പോലെയാണ് നമുക്ക് കാണിച്ചു തരുള്ളൂ കേട്ടോ. ഒരു ഡോസ് അത്ര കാണിച്ചു തരുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. ഞങ്ങൾ നിന്നത് പാറമേക്കാവ് അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇത്രയൊക്കെ തന്നെ കാഴ്ചയിൽ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും അവരാണ് ആദ്യം പൊട്ടിച്ച് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കണ്ട ജനങ്ങൾ മുഴുവൻ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നത് ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഒരു കൂട്ടരുടെ കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത കൂട്ടർ പൊട്ടിക്കുക. അപ്പോൾ അത് കാരണം ഞങ്ങൾ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തനുക്കുട്ടിയും പിക്കുമോനും അവർക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട്. ഇതൊക്കെ തൃശ്ശൂർ പൂരത്തിന് മാത്രം കിട്ടുന്ന സാധനങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ട ജനസാഗരം മുഴുവൻ വെയിറ്റ് ചെയ്യുന്നത് അടുത്ത സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഏകദേശം രണ്ടാമത് പൊട്ടുന്നത് എവിടെയാണ് ആ ഒരു സൈഡിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നടന്നു വന്നത് കേട്ടോ. ഇവിടെ നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ പന്തൽ കാണാനായിട്ട് പറ്റും. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കാൻ നിന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഒരു സൂചി വീണാൽ പോലും അത് താഴേക്ക് എത്തില്ല എന്ന് പറയും തൃശ്ശൂർ പൂരത്തിന്. കാരണം അത്രയും ജനങ്ങളുണ്ടായിരിക്കും. പിന്നെ ഈ തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികളെയും കൊണ്ട് അപകടം വരുത്തണ്ട എന്നും കൂടി വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ പാതി വഴിയെത്തിയപ്പോൾ ഇവിടെ നിന്നത്. അപ്പോഴത്തേക്കും എല്ലാവർക്കും വിശപ്പും ദാഹമൊക്കെ തുടങ്ങി. തനുകുട്ടിക്ക് നടക്കാൻ പറ്റില്ലേ, ടയേർഡാണ് എന്നൊക്കെ പറഞ്ഞ് ഇരിപ്പായിരുന്നു. പിന്നെ ജ്യൂസിൻ്റെ ബോട്ടിലൊക്കെ അവിടെ വിൽക്കുന്നത് കണ്ടപ്പോൾ അത് വാങ്ങിച്ച് ഇച്ചിരി കുടിക്കാൻ കൊടുത്ത് ഇച്ചിരി തണുത്തത്. അപ്പോൾ അവൾ ഇച്ചിരി ഉഷാറായിട്ടോ. പിന്നെ ആ വാങ്ങിച്ച സാധനം വെച്ചിട്ട് പിന്നെ കളിയായിരുന്നു.
കുറച്ച് തണുത്ത ജ്യൂസ് കഴിച്ചോടുകൂടി ആളങ്ങ് ഉഷാറായി കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ കിടന്ന് തുള്ളിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. പിക്കമോന് പിന്നെ അങ്ങനെ തളർച്ചയൊന്നുമില്ല, അവൻ ഈ വക കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞപ്പോൾ തനുക്കുട്ടി അത് അമ്മയുടെ തലയിൽ വെച്ച് കൊടുത്തു. നമ്മുടെ തലയിൽ വയ്ക്കുമ്പോഴത്തേക്കും അത് അത്ര സൈസ് കറക്റ്റൊന്നുമല്ല. ഏകദേശം 1 മണിക്കൂറിന് മേലെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് രണ്ടാമത് നമ്മുടെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് പൊട്ടിക്കാനായിട്ട് തുടങ്ങിയത്. നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടോ, എല്ലാവരും ഇത് തലയിൽ വെച്ചിട്ട് വീഡിയോ എടുക്കലും ഫോട്ടോസ് എടുക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഇതിൻ്റെ അപ്പുറമായിരിക്കും മെയിൻ വെടിക്കെട്ടിന് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. ചിലപ്പോൾ നമ്മളെങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് അത്ര ആകാംക്ഷയൊന്നും ഇല്ലട്ടോ, നിന്ന് കാല് കഴിച്ചായിരുന്നു. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ദേ സെക്കൻഡ് ഗ്രൂപ്പ്, അതേ പേരറിയാത്തതുകൊണ്ട് ഇനി പറയാത്തത്, അവരും ദേ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇതൊന്നും നിങ്ങൾ കണ്ടു നോക്കിക്കേ. അങ്ങനെ തൃശ്ശൂർ നഗരത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ വെടിക്കെട്ട് തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഒരു ആവേശം കാണണമായിരുന്നു. ഭയങ്കര ഓളിയിടലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വീഡിയോയിൽ പകർത്താഞ്ഞത്. ഭയങ്കര ഒച്ചയായിരുന്നു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നടന്നു. അപ്പം ഇവർ ഈ ഓരോരോ കളി സാധനങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. നമ്മൾ നടക്കുമ്പോഴാണ് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നത്. ഇപ്പം അത് തിരിച്ചു വരുന്ന വഴി അവൾക്ക് ലേസറോ അങ്ങനെ എന്താണ്ട് ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇനിയും ചെറുതായി ചെറിയ അമട്ടും കാര്യങ്ങളൊക്കെ പൊട്ടാനായിട്ട് തുടങ്ങും കേട്ടോ. അതിങ്ങനെ കുറേ നേരത്തേക്ക് ഉണ്ടായിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുന്ന വഴിയാണ് അത് കണ്ടത് കേട്ടോ. പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും പൊട്ടൊന്നുമില്ല, 5-10 മിനിറ്റ് ഗ്യാപ്പിലൊക്കെയാണ് പൊട്ടുക. അപ്പോൾ അത് കാരണമാണ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നതിലും അർത്ഥമൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ കണ്ടു എന്ന് മാത്രം. അങ്ങനെ ഒരു 10-15 മിനിറ്റ് വീണ്ടും അവിടെ നിന്ന് അതൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. പിന്നെ ഇനി ലേറ്റ് ആവില്ലേ, ഓൾറെഡി 9:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു. എന്തായാലും കാറിൻ്റെ അവിടെ എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും. പിക്കുമോൻ ഈ ഒരു ലൈറ്റ് കത്തുന്ന കണ്ണട വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞാൻ 1-2 ക്ലിപ്പൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഭംഗിയുള്ളൊരു ക്ലിപ്പ് കിട്ടി, ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. പിന്നെ തനുക്കുട്ടിക്ക് കുപ്പിവള വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഞാൻ ഒത്തിരി ഒന്നും പിന്നെ തനുക്കുട്ടിക്ക് കുപ്പിവള 1 ഡസൻ വാങ്ങിച്ചായിരുന്നു. കുറേ കളറൊന്നും കിട്ടിയൊന്നുമില്ല, ഒറ്റ കളറേ കിട്ടിയുള്ളൂ. ഇനി നാളെയൊക്കെ പോകുമ്പോഴത്തേക്കും തപ്പി നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് കുപ്പിവള തനുക്കുട്ടി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞിലൊക്കെ ഞാൻ ഒത്തിരി യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അവൾക്ക് സൈസ് കിട്ടാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. കുഞ്ഞല്ലേ, 6 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ 1 വർഷം കൂടി കഴിയേണ്ടി വരും നല്ല കറക്റ്റ് പാകത്തിന് പല കളറൊക്കെ വാങ്ങിച്ചിടണമെങ്കിൽ. എന്നാലും തൃശ്ശൂർ പൂരം എക്സിബിഷനൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും നോക്കാറുണ്ട് കേട്ടോ തനുക്കുട്ടിക്ക് കുപ്പിവള കിട്ടുമോ എന്ന്. എന്താണെങ്കിലും ഇന്നിപ്പം 1 ജോഡി കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുറേ ആളുകളെയൊക്കെ കണ്ട് സന്തോഷത്തോടെ ഞങ്ങളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സമയം ഒരു 9:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 9:30 അല്ല, അതിലും കൂടുതലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആകെ 5 മിനിറ്റ് പോലും വേണ്ട, എത്തും. ഈ നടക്കുന്ന ദൂരം മാത്രം ഒഴിച്ചാൽ മതി. ഞങ്ങളുടെ വീട് വളരെ അടുത്താണ് കേട്ടോ ടൗണിന്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ വന്നപ്പോൾ
ചേച്ചിയൊക്കെ കണ്ണൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ചേച്ചി എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ചേട്ടത്തിയമ്മേനെയാണ്, ചേട്ടൻ്റെ ഭാര്യയാണ്. ചേച്ചിയുടെ വീട് കണ്ണൂരാണ് കേട്ടോ. അപ്പോൾ അവർ ഇതേ സാമ്പിളൊക്കെ കണ്ടിട്ടാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. വീട്ടിൽ വെക്കേഷനായിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ തനുക്കുട്ടിക്ക് വാങ്ങിച്ച പോലെ തന്നെ ഞാൻ ജാനി മോൾക്കും ചട്ടിക്കുട്ടിക്കലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടോട് കൂടിയിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അവൾ ഹാപ്പി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ ആക്ച്വലി ഇത് തൃശ്ശൂർ പൂരത്തിന് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ വാങ്ങണമെന്നാണ് വിചാരിച്ചത്. അതിനകത്ത് മണ്ണുണ്ട് കേട്ടോ. അപ്പം തന്നെ അത് നമ്മുടെ ബെഡിലേക്ക് പോയേനെ. അതിങ്ങനെ റോഡ് സൈഡിൽ ഇരുന്ന് വിൽക്കുന്നതായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ജാനിമോളോട് പറഞ്ഞു മണ്ണാക്കൽ കുട്ടാന്ന്, നാളെ രാവിലെ എടുത്ത് കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് അവൾ കാണുമ്പോൾ അവൾക്ക് ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വന്ന ഉടനെ തന്നെ എടുത്ത് കൊടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ നാളെ തൊട്ട് രണ്ടുപേരും കൂടി ഇത് വെച്ചിട്ടായിരിക്കും കളിയൊക്കെ. അപ്പോൾ താഴെ കൊണ്ട് വെച്ചോളാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും പരതി നോക്കുകയാണ് കേട്ടോ എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പൊട്ടിക്കാണ്ട് സൂക്ഷിക്കണേ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു. ഇനി ഞാൻ വാങ്ങിച്ച ക്ലിപ്പും കമ്മലൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ക്ലിപ്പിൽ നിന്ന് തുടങ്ങാമല്ലേ. എൻ്റെ കയ്യിൽ ആദ്യം കിട്ടിയത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബ്ലൂ കളറും പിന്നെ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ ഷെയ്ഡ് കൂടിയിട്ടുള്ള ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ക്ലിപ്പാണ് കേട്ടോ. ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ഉള്ള ഒരു സാധനമാണ്. ആമസോണിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലൊക്കെ ഇച്ചിരി കൂടി റേറ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ഇവിടെ ചെറിയ ബ്ലൂ ക്ലിപ്പിന് 30 രൂപയും മറ്റേതിന് 40 രൂപയാണ് എൻ്റെ അടുത്തുനിന്ന് മേടിച്ചത് കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് കമ്മലുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും എനിക്കൊരു പിടുത്തമില്ല, എന്നാലും അധികം വിലയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മേലെ കാണുന്ന കുഞ്ഞു കമ്മലിന് 20 റുപ്പീസാണ് കേട്ടോ. ഈ ഒരു വൈറ്റിന് എൻ്റെ അടുത്തുനിന്ന് 40 രൂപയാണ് മേടിച്ചത്. 30 രൂപ 20 രൂപയുടെയൊക്കെ റേഞ്ചിലുള്ളൂ. എന്നാലും അവരത്രേ പറഞ്ഞു. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഞാൻ കുറേ വില പേശി നോക്കി. കുറച്ച് ഹിന്ദിക്കാരൊക്കെ ആയിരുന്നു. എന്നോട് പറയണേ ഇപ്പോൾ വേണമെങ്കിൽ വാങ്ങിച്ചോ, അടുത്ത പ്രാവശ്യം തൊട്ട് ഇവിടേക്ക് വരില്ല, കേരളത്തിൽ ഭയങ്കര ചൂടാണെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ ബായ് എന്ന്. അപ്പോൾ പിന്നെ ഞാൻ വള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു കടയിൽ നിന്ന്, നമ്മുടെ മലയാളികളുടെ കടയിൽ നിന്നാണ് ഈ ക്ലിപ്പ് വാങ്ങിച്ച കൂട്ടത്തിൽ വാങ്ങിച്ചതാണ്. കറുത്ത വള. ഇത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.